നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ കേരളത്തിലെ അലോട്ട്മെൻറ്റ് നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതിൽ കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളുണ്ട്, കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ, അവരുടെ പേരൻസും ഉണ്ട്. അവർ അലോട്ട്മെൻറ്റുകളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മെറിറ്റ് ഫീസിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിർഭാഗ്യവശാൽ അവർക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലെന്നുണ്ടെങ്കിലോ അവർക്ക് ഒരു വലിയൊരു തുക കൊടുത്ത് കേരള സംസ്ഥാനത്തിന് പുറത്തു പോയിട്ട് വലിയൊരു തുക കൊടുത്ത് പഠിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് അനുകൂലമായ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കേരള സ്റ്റേറ്റ് കൊടുക്കുന്ന മെറിറ്റ് ഫീസ് അപ്രോക്സിമേറ്റ്ലി ഭക്ഷണം, താമസം, ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, PTA ഫണ്ട്, ബുക്സ്, യൂണിഫോം, അതുപോലെ എക്സാം ഫീസ് അടങ്ങിയിരിക്കുന്ന ടോട്ടൽ 4 വർഷത്തെ ഫുൾ പാക്കേജിൻ്റെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന മെറിറ്റ് ഫീസ്, ഇതേ തുകയുടെ സെയിം മെറിറ്റ് ഫീസിലും താഴെ വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റിൻ്റെ പുറത്തുള്ള കോളേജിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. അതായത് ഒരു 1 ആൻഡ് ആവറേജ് 8 ലക്ഷത്തിൽ രൂപയിൽ താഴെ ഭക്ഷണവും താമസവും അടക്കം പഠിക്കാനുള്ള ഓപ്ഷൻസ് നിലവിലുണ്ട്. ആ കോളേജുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരള സ്റ്റേറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റിന് പുറത്തുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അക്കാഡമിക്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കോളേജിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഇതിലുപരി തന്നെ ഒരുപാട് ചതികൾ കേരള സ്റ്റേറ്റിൻ്റെ പുറത്ത് പല കോളേജുകളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ അഫിലിയേഷൻ നോക്കുന്ന ക്യാമ്പസുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കോളേജിൻ്റെ ഉള്ളിൽ ധാരാളം മറ്റു കോളേജിൻ്റെ അഫിലിയേഷൻ കൊണ്ടുവന്നിട്ടിട്ട് അറ്റാച്ച് ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറയും. അതായത് ഒരു കോളേജിൻ്റെ അകത്ത് നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ ബാച്ച് ഒരു 4, 3, 2 ബാച്ച് പഠിപ്പിക്കും. അത് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിലിൻ്റെയും അനുമതി കൂടാതെയാണ് പ്രവർത്തിക്കുന്നത്. അവർ എക്സാം എഴുതിപ്പിക്കാൻ വേണ്ടി മറ്റു സ്ഥലത്ത് കൊണ്ടുപോകും. അപ്പോൾ അവർ പഠിക്കുന്നത് ഒരു സ്ഥലത്ത് എക്സാം എഴുതിക്കാൻ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് എക്സാം എഴുതിപ്പിക്കും. അവർക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴായിരിക്കും അവരറിയുന്നത് ഞങ്ങൾ പഠിക്കുന്നത് ചേർന്നത് ഒരു ക്യാമ്പസിലാണെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നത് മറ്റൊരു ക്യാമ്പസിലാണെന്ന് അറിയുന്നത്. അപ്പോൾ കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ആകുന്ന സമയത്താണ് പാവം കുട്ടികൾ ഇതറിയുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് കോളേജിന് അഡ്മിഷൻ എടുക്കാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഔട്ട്സൈഡ് കേരളയിലെ കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലും നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. ആ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ കോളേജുകളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഏത് കോളേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനും, അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ അഡ്മിഷന് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് നൽകുന്ന സെയിം മെറിറ്റ് ഫീസിൽ ഏറ്റവും നല്ല ക്യാമ്പസിൽ നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ നേടാം, ഏതൊക്കെ കോളേജുകളാണ് അങ്ങനെയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസിനെ പറ്റി കൂടുതൽ അറിയാനും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.